ലണ്ടൻ മലയാളം റേഡിയോ. The station that loves God's own country and its people. London Malayalam Radio. എല്ലാവർക്കും നമസ്കാരം. ഇത് ലണ്ടൻ മലയാളം റേഡിയോയുടെ അമ്മിണിക്കുട്ടി ഓൺ ദി സ്പോട്ട് എന്ന പ്രോഗ്രാമാണ്. എല്ലാ ഇന്ത്യ മാന്യ ശ്രോതാക്കളെയും ഞാൻ ഹാർദവുമായി ക്ഷണിച്ചു വിടുന്നു. കൂടെ ഞാനാണ് നിങ്ങളുടെ സ്വന്തം അമ്മിണിക്കുട്ടി ആർ.ജെ. സ്മിത. തിരക്കേറിയ ഈ ലോകത്ത് ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര തിരക്കായിരിക്കും, ശരിയാണ്. പക്ഷെ എന്നാൽ തന്നെയും കുറച്ച് സമയം നമ്മൾ റിലാക്സേഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അങ്ങനെ കുറച്ച് സമയം നിങ്ങൾ മാറ്റിവെക്കുന്നത് അമ്മിണിക്കുട്ടിയുടെ കൂടെ ആവട്ടെ. ഏതായാലും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ ചോദിക്കട്ടെ, എല്ലാവർക്കും സുഖമാണോ? ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. വെതറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ നാസ്റ്റി വിന്റർ ക്ലൈമറ്റിൽ നിന്നും കുറച്ച് സ്പ്രിംഗ് സീസണിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം ഏതായാലും തണുപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ തണുപ്പുണ്ട്, എന്നാൽ ഇല്ലേ എന്ന് ചോദിച്ചാൽ അയ്യോ, അങ്ങനെ നിശേഷം പറയാൻ കഴിയില്ല. പക്ഷേ കാറ്റ് വന്നാലാണ് പ്രശ്നം. കാറ്റടിച്ചാൽ ഭയങ്കര തണുപ്പാണ്. പക്ഷെ എന്നാലും ഇവിടുത്തെ മരങ്ങളും ചെടികളൊക്കെ കാണാൻ നല്ല രസമുണ്ട്. എല്ലാം പൂത്തു തുടങ്ങി. സോ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുന്ന ഒരു സീസൺ കൂടിയാണിത്. ഏതായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് തുടങ്ങാം. അപ്പോൾ നല്ലൊരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇതില്ല മലയാളം റേഡിയോ. കൂടെ ഞാനാണ് നിങ്ങളുടെ സ്വന്തം അമ്മിണിക്കുട്ടി ആർ.ജെ. സ്മിത. ആസ്വദിക്കൂ, ആഘോഷിക്കൂ.
ലണ്ടൻ മലയാളം റേഡിയോ, യുണൈറ്റഡ് മലയാളീസ് എന്റർടൈനർ. വളരെ മനോഹരമായിട്ടൊരു ഗാനമായിരുന്നു നമ്മളിപ്പോൾ കേട്ടതും ആസ്വദിച്ചതും ആഘോഷിച്ചതും. ആസ്വാദനത്തിന്റെയും ആഘോഷത്തിന്റെയും ആ ഒരു ലെവൽ ഓഫ് സ്പിരിറ്റ് ഒന്നും ആരും കളയണ്ട. കാരണം ഗാനങ്ങൾ എന്ന് പറയുന്നത് തന്നെ നമ്മൾ മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മൾക്കത് ആസ്വദിക്കാനും ആഘോഷിക്കാനും ഉള്ളതാണ്. അപ്പം എല്ലാവരും ആസ്വദിച്ചോളൂ, ആഘോഷിച്ചോളൂ. പക്ഷേ അടുത്ത വിശേഷങ്ങൾക്കണ്ടേ, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തിരിച്ചു വരാം. ഇത് ഓൺ ദി സ്പോട്ടിൽ ഞാൻ നിങ്ങൾക്കൊപ്പം നിങ്ങളുടെ സ്വന്തം അമ്മിണിക്കുട്ടി RJ സ്മിതയാണ്. ഇനി ഞാൻ നിങ്ങളെ ഒരു ഐക്കോണിക് ഫിഗറിനെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. എന്നാൽ ചോദിക്കും, ഈ ഐക്കോണിക് ഫിഗറിനെ പരിചയപ്പെടുത്തേണ്ട കാര്യം എന്താ? ഐക്കോണിക് ഫിഗർ ആകുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതല്ലേ? പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പരിചയപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾക്കത് വിട്ടുപോയാലോ? ഞാനിനിയും പരിചയപ്പെടുത്താൻ പോകുന്ന വ്യക്തിനെ പിറന്നു വീഴുന്ന ഒരു കുഞ്ഞിന് പോലും അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അദ്ദേഹം ആരാണെന്നുള്ളതും ഒക്കെ അറിയാവുന്ന ഒരു, അല്ലെങ്കിൽ പച്ചവെള്ളം പോലെ മനഃപ്പാടമാക്കിയ, അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റുന്ന ഒരു വ്യക്തിനെയാണ്. അത് മറ്റാരുമല്ല, ഹാസ്യത്തിനെ മറ്റൊരു തലത്തിലേക്ക് എടുത്തുയർത്തിയ, ലോകം ഇന്നും ആദരവോടെ മനസ്സിൽ സൂക്ഷിക്കുന്ന നമ്മുടെ സ്വന്തം ചാർലി ചാപ്ലിൻ. അദ്ദേഹത്തിനെ പറ്റി എന്തിനാണ് അമ്മിണിക്കുട്ടി ഇപ്പൊ പറയുന്നതെന്ന് ചോദിച്ചാലേ, ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു അദ്ദേഹത്തിന് 125ാമത് ജന്മദിനം. അപ്പം അദ്ദേഹത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്നറിയാം. അദ്ദേഹം ജനിച്ചത് 1889 16 ഏപ്രിലിനായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടത് 1977 ഡിസംബർ 25 അന്ന് അദ്ദേഹത്തിന് 88 വയസ്സായിരുന്നു. അദ്ദേഹം ജനിച്ചത് ലണ്ടനിലാണ്, എന്നാൽ അദ്ദേഹം മരണപ്പെട്ടത് സ്വിറ്റ്സർലാൻഡിലായിരുന്നു. അദ്ദേഹത്തിന്റെ മരണകാരണം എന്ന് പറയുന്നത് സ്ട്രോക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം മരിച്ചതിന്റെ ഒരു വർഷം മുൻപ് വരെയും ഫീൽഡിൽ ആക്റ്റീവ് ആയിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഊഹിക്കാം അദ്ദേഹത്തിന്റെ ആ ഒരു സ്പിരിറ്റ്, അദ്ദേഹത്തിന്റെ ആ ഒരു മഹത്വം എന്ന് പറയുന്നത്. അദ്ദേഹം വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം ആക്ടറായിട്ടുണ്ട്, ഡയറക്ടറായിട്ടുണ്ട്, കമ്പോസറായിട്ടുണ്ട്, സ്ക്രീൻ റൈറ്ററായിട്ടുണ്ട്, പ്രൊഡ്യൂസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക കാലഘട്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചെറുപ്പകാലത്തെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വളരെ വൈഷമ്യമായിട്ടുള്ള ഒരു ചെറുപ്പകാലമായിരുന്നു. അദ്ദേഹത്തിന് അച്ഛനില്ലായിരുന്നു. അമ്മ എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെയാണ് നമ്മുടെ സ്വന്തം കുഞ്ഞു ചാപ്ലിനെ വളർത്തിക്കൊണ്ടുവന്നത്. എന്നാൽ 10 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ 2 പ്രാവശ്യമാണ് അദ്ദേഹം കുഞ്ഞു കാല് വെച്ചിട്ട്, അല്ലെങ്കിൽ കുഞ്ഞു ആ ഒരു ശരീരം വെച്ചിട്ട് വലിയ വലിയ ജോലികൾ, അല്ലെങ്കിൽ ഭാരമുള്ള ജോലികളൊക്കെ ഏർപ്പെട്ടത്. അദ്ദേഹത്തിന് ഫൈനാൻഷ്യൽ ക്രൈസിസ് കൊണ്ട് മാത്രമായിരുന്നു. എന്നാൽ 14ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അമ്മേനെ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയുണ്ടായി. അത് കഴിഞ്ഞിട്ട് ചാപ്ലിന് ആരുമില്ല. ഒരു അനാഥത്വത്തിൻ്റെ ഒരു കുപ്പായം അണിഞ്ഞുകൊണ്ടാണ് ചാപ്ലിൻ തൻ്റെ ജീവിതം തുടങ്ങുന്നത് തന്നെ. പക്ഷേ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു അമേരിക്കയിലേക്ക് പോകാൻ സാഹചര്യം വന്നു. ഒരു കമ്പനിയുമായിട്ട്, ഒരു ഫേമസ് ഒരു കമ്പനിയുമായിട്ട് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് ഒപ്പിടുന്നത് വഴിയാണ് അമേരിക്കയിലേക്കുള്ള പാത അദ്ദേഹത്തിന് തുറന്നു കൊടുത്തത്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പിന്നെ ചാപ്ലിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കാരണം കഠിനാധ്വാനം കൊണ്ട് എന്ത് ലെവൽ വരെയും നേടാൻ കഴിയുമെന്ന് നമ്മുടെ ചാപ്ലിൻ ലോകത്തിന് കാണിച്ചു കൊടുത്തു. പിന്നീട് അദ്ദേഹത്തിന് സുവർണ കാലഘട്ടങ്ങളായിരുന്നു, മരിക്കുന്ന നാൾ വരെ. ഏതായാലും ചാപ്ലിൻ്റെ സ്റ്റോറി അവസാനിച്ചിട്ടില്ല. നല്ലൊരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ കൂടെ നിങ്ങളുടെ സ്വന്തം അമ്മിണിക്കുട്ടി RJ സ്മിതയാണ്. ആസ്വദിക്ക്, ആഘോഷിക്കൂ. അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലം വിളി ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലം വിളി വയലേലയിൽ കിളിക്കൂട്ടമായി കതിരുണ്ണുവാൻ വന്നു പോയി പുഴമീനുകൾ തെളിനീരിലായി കളി ചൊല്ലി നീങ്ങുന്നുവോ പഴയ കാലങ്ങളെങ്ങോ പടിമറയുവതിനി വരുമോ ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ നേരം കിളി പപ്പാ മകരി മകരി തട്ടി തരി തന്നിപ്പ ഗരി സാസത നീസത ദാസത പാസത പദനി സരിഗ പദ മകരി ഗരി സനി ധനി സാധാനി പാമപ പദമ പഗമരിഗ സരി സനി സരിഗ ദിഗമ ഗമപ രിഗ രിഗമ ഗമപ പദ പദനി സാ നി ദ പദനി സാ
കാതിൽ കുറുകൊമ്പ് വിളിക്കും കാറ്റിൽ നന്ദുണി മീട്ടും കാവിൽ കളികോമരമുറയണ താളം മദ്ദളമേളം പതികാലം കൊട്ടിക്കേറുമ്പോൾ അന്തി വിളക്ക് കൊളുത്താന ഞാനും പോരുമ്പോൾ അണിനിരയാൻ ആകാശവും നറുതിരികൾ നീട്ടുന്നു ഹരിചന്ദനം ചുടുനെറ്റിയിൽ മണിവീണ നീലാംബരി പഴയ കാലങ്ങളെങ്ങോ പടിമറയുവതിനി വരുമോ ചിന്നമ്മ അടിഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടവാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ നീലം കിളി വയലേലയിൽ കിളിക്കൂട്ടമായി കതിരുണ്ണുവാൻ വന്നു പോയി പുഴമീനുകൾ തെളിനീരിലായി കളി ചൊല്ലി നീങ്ങുന്നുവോ പഴയ കാലങ്ങളെങ്ങോ പടിമറയുവതിനി വരുമോ ചിന്നമ്മ അടിഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടിത്താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലം UK-യിൽ വീട് വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ലോ ആൻഡ് ലോയേഴ്സ് കഴിഞ്ഞ 10 വർഷമായി ലണ്ടനിലും ഇപ്പോൾ മാഞ്ചസ്റ്ററിലും പ്രവർത്തിക്കുന്നു. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്. ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾ ഇമിഗ്രേഷൻ, എംപ്ലോയ്മെന്റ് ആൻഡ് ഫാമിലി കൂടാതെ നിയമപരമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളെ സമീപിക്കുക. ലോ ആൻഡ് ലോയേഴ്സ് സോളിസിറ്റേഴ്സ്, ലണ്ടൻ 0208 5865 Manchester 01617483335. Our website www.lawandlawyers.co.uk. Law and Lawyers. Law and Lawyers Solicitors. London Malayalam Radio. United Malayalis Entertainer. വീണ്ടും എല്ലാവർക്കും തിരിച്ചു വരാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ. നിങ്ങളുടെ സ്വന്തം അമ്മിണിക്കുട്ടി ആർ ജെ സ്മിതയാണ് കൂടെ. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഓൺ ദ സ്പോട്ട് എന്ന പ്രോഗ്രാമാണ്. ചാർലി ചാപ്ലിന്റെ വിശേഷങ്ങളായിരുന്നു നമ്മൾ ഈ ഓൺ ദ സ്പോട്ടിലൂടെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നത്. അപ്പോൾ അദ്ദേഹം ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് വരെയുള്ളത് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇനി അടുത്തതെന്ന് ചോദിച്ചാൽ അദ്ദേഹം എത്ര ഇയർ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നെന്ന് അറിയാമോ? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇയർ ഓഫ് ആക്റ്റീവ്നെസ് എന്ന് പറയുന്നത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 1899 മുതൽ 1976 വരെയുള്ള കാലഘട്ടങ്ങളാണ്. അതായത് അദ്ദേഹം മരിക്കുന്നതിന് ഒരു വർഷം മുൻപ് വരെ അദ്ദേഹം ഒരു പ്രൊഡക്റ്റീവ് ലൈഫായിരുന്നു ലീഡ് ചെയ്തിരിക്കുന്നത്. ചിന്തിച്ച് നോക്കിക്കേ, നമുക്ക് മോട്ടിവേഷനുള്ള കാര്യങ്ങൾ ഈ ഒരു കാര്യത്തിൽ തന്നെയുണ്ട്. അടുത്തത് അദ്ദേഹത്തിന്റെ വിവാഹ ജീവിതത്തെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം 4 തവണ വിവാഹിതനായിട്ടുണ്ട്. 4 തവണയും അദ്ദേഹം ഇവരെയൊക്കെയും ഡിവോഴ്സ് ചെയ്തിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് 11 കുട്ടികളാണുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ കുറച്ച് ഹൃദയസ്പർശിയായിട്ടുള്ള വാചകങ്ങളിലേക്ക് നമുക്ക് കടന്നാലോ? ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഈ വാചകങ്ങളൊക്കെയും വളരെ വലിയൊരു തരംഗം തന്നെയാണ് സൃഷ്ടിക്കുന്നത്. നമുക്കെല്ലാവർക്കും മോട്ടിവേഷനുള്ള ഒരു കാര്യങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഈ ഒരു വാചകങ്ങളിലൊക്കെയുമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ കുറച്ച് വാചകങ്ങൾ നമുക്ക് കേൾക്കാം. എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യമായിട്ട്, ഈ ലോകത്തിൽ ഒന്നും ശാശ്വതമല്ല, നമ്മുടെ തെറ്റുകൾ പോലും. എനിക്ക് മഴയത്ത് നടക്കുവാൻ ഇഷ്ടമാണ്, കാരണം ഞാൻ കരഞ്ഞാലും ആരും എൻ്റെ കണ്ണുനീർ കാണുന്നില്ലല്ലോ. ജീവിതത്തിലെ ഏറ്റവും പാഴായ ദിവസം അത് നമ്മൾ ചിരിക്കാത്ത ദിവസമാണ്. ചിരിക്കുക, എന്നിട്ട് ചിരിച്ചു കാണാൻ നമ്മൾ കൊതിക്കുന്നവർക്ക് ഈ ഒരു സന്ദേശം പകർന്നു കൊടുക്കുക. എന്നെ വെറുക്കുന്നവരെ വെറുക്കുവാൻ എനിക്ക് സമയമില്ല, കാരണം ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നതിന്റെ തിരക്കിലാണ്. സ്നേഹിക്കാൻ ആരുമില്ലാത്തവരെ സ്നേഹിക്കുക. ഒരുപാട് ചിരിക്കുന്നവരെ ഇഷ്ടപ്പെടുക, കാരണം അവരുള്ളിൽ കരഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങളുടെ മുൻപിൽ ചിരിക്കുന്നത്. ഏതായാലും ചാർലി ചാപ്ലിന്റെ വിശേഷങ്ങൾ വീണ്ടും ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്, ഒരിക്കലും അവസാനിക്കുന്നില്ല. അപ്പം ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അദ്ദേഹത്തിന്റെ അടുത്ത കോട്സ് ഒക്കെ നമുക്ക് കേൾക്കാം. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ലണ്ടൻ മലയാളം റേഡിയോ കൂടെ ഞാനാണ് നിങ്ങളുടെ സ്വന്തം അമ്മിണിക്കുട്ടി ആർ ജെ സ്മിത. നിന്നോടും നിന്നതു നീ കാണാതെങ്ങു പോയി. രാവുറങ്ങും വേളയിൽ പനി നീരു പെയ്യും ചോലയിൽ ഞാനൊരാർദ്ര സുഗന്ധമായി കനവേ. ഇന്നലെയും എന്നഴകെ നിന്നോടും നുരിയാടാൻ ഞാനിവിടെ നിന്നതു നീ കാണാതെങ്ങു പോയി.
കൂടെയും ഞാൻ നിന്നിലെന്ന നോവെന്നാത്മാവിനുള്ളിൽ തേങ്ങി വീണ്ടും ആ നാളുകൾ തേടുന്നു ഞാൻ. ഇന്നലെയും എന്നഴകെ നിന്നോടൊന്നുരിയാടാൻ ഞാനിവിടെ നിന്നതു നീ കാണാതെങ്ങു പോയി. ഇന്നെങ്ങും നിൻ ചിരി പൂക്കളായി നിന്മനമാകെ നിലാവുമായി എന്നനുരാഗമറിഞ്ഞിടാൻ നീയൊരുങ്ങിയില്ല. നാളിതൾ പൂപോൽ പാടി വീണു സന്ധ്യകൾ സിന്ദൂരക്കടലിനരികെ മന്ദാരക്കരയിൽ നീളെ ഞാൻ നിന്നെ തേടി തേടി കാലങ്ങൾ മാറിപ്പോയി. ആ സ്വരം കേൾക്കുവാൻ കാതോർത്തു ഞാൻ. ഇന്നലെയും എന്നഴകെ നിന്നോടൊന്നുരിയാടാൻ ഞാനിവിടെ നിന്നതു നീ കാണാതെങ്ങു പോയി. Better Frames UK Private Limited. Live printing, wedding photography, event photography, modeling photography, portfolio and digital magazine album making. ഏറ്റവും നൂതനമായ ക്യാമറകളും ലൈറ്റ് യൂണിറ്റും UK മലയാളികൾ നടത്തുന്ന ഏറ്റവും വലിയ യൂണിറ്റ് Better Frames UK Private Limited. For more details, രാജേഷ് നടേപ്പള്ളി 07951263954. Soji Devices 0786 1418 494. Better Frames UK Private Limited. You're listening London Malayalam Radio. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. വീണ്ടും എല്ലാവർക്കും തിരിച്ചു വരാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോയിൽ നിന്നും നിങ്ങളുടെ സ്വന്തം അമ്മണിക്കുട്ടി ആർജെ സ്മിതയാണ്. ഓൺ ദി സ്പോട്ടിൽ ഹാസ്യത്തിന് മറ്റൊരു മേഖലയിലേക്ക് എടുത്തുയർത്തിയ അല്ലെങ്കിൽ ഹാസ്യത്തിന് മറ്റൊരു പ്രതലം തന്നെ സമ്മാനിച്ച ഹാസ്യ സാമ്രാട്ട് അല്ലെങ്കിൽ ഒരു ഐക്കോണിക് ഫിഗർ ചാർലി ചാപ്ലിന്റെ വിശേഷങ്ങളാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള കോട്ട്സ് ആണ് നമ്മളിപ്പോൾ കേട്ടത്. എന്നാൽ ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള വചനങ്ങളുണ്ട്. അതിൽ ഇനി പ്രധാനമുള്ളതെന്ന് പറയുമ്പോൾ പഠിക്കുമ്പോൾ വിദ്യാലയങ്ങളോട് വെറുപ്പായിരുന്നു, ജീവിതത്തോട് പ്രണയവും. എന്നാൽ ഇന്ന് വിദ്യാലയങ്ങളോട് പ്രണയവും ജീവിതത്തോട് വെറുപ്പുമായി തുടങ്ങി. ഞാൻ നിനക്കായി ഇത്രയും ചെയ്തിട്ടും നീ എനിക്ക് വേണ്ടി ഒന്നും ഇതുവരെ ചെയ്തില്ലല്ലോ. ആ ഒരു തോന്നലിൽ നിന്നാണ് ബന്ധങ്ങളുടെ അകൽച്ച ഉണ്ടാവുന്നത്. ജീവിതം എത്ര തിരക്കുള്ളതാണെങ്കിലും ബന്ധങ്ങൾ കൈവിടാതിരിക്കുക, അല്ലെങ്കിൽ തിരക്കുകൾ കഴിയുമ്പോഴേ നാം ജീവിതത്തിൽ ഒറ്റപ്പെടും. ഏറ്റവും മോശമായ അവസ്ഥയിൽ നമ്മളെ സ്നേഹിക്കുന്നവരെ ആ ഒരു ഹൃദയം നമ്മൾ കണ്ടെത്തുക. അവ നിങ്ങൾ കണ്ടെത്തിയാൽ നിങ്ങൾ സ്നേഹം എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നു. ഏറ്റവും ബലക്ഷയമായി തീരുന്ന സമയത്ത് താങ്ങാവുന്ന കൈയാണ് നമ്മൾ എപ്പോഴും കണ്ടെത്തേണ്ടത്. ഏറ്റവും വിരൂപമായ നേരത്ത് നമ്മളെ കാണുന്ന കണ്ണുകളെയും നാം കൂട്ടത്തിൽ കണ്ടെത്തുക വേണം. ഒരിക്കലും ഒരു പക്ഷി തേനീച്ചയോട് ചോദിച്ചു, നീ എത്ര ബുദ്ധിമുട്ടിയാണ് തേനുണ്ടാക്കുന്നത്? ആളുകൾ അതിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ നിനക്ക് വിഷമം തോന്നാറില്ലേ? തേനീച്ച പറഞ്ഞു, ഇല്ല, കാരണം അവർക്ക് തേനെടുക്കാൻ പറ്റും, പക്ഷെ തേനുണ്ടാക്കുന്നതിന്റെ കഴിവിനെ അവർക്ക് എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ലല്ലോ. ഒരു മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഈ ഒരു സന്ദേശം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ചാർലി ചാപ്ലിന്റെ വിശേഷങ്ങളിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ഇത് ഏതായാലും നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചതിനുള്ള കൃതാർത്ഥതയോടുകൂടി നല്ലൊരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ, കൂടെ നിങ്ങളുടെ സ്വന്തം അമ്മണിക്കുട്ടി ആർജെ സ്മിതയാണ്. മഴയുടെ കുളിരും മണ്ണിൽ ചേർന്നുണരുന്ന സംഗീതം, കളിച്ചിരിയുണരും ഉണരും വഴികളിലൊഴുകി ഒഴുകി തമ്മിൽ നാം കൈമാറും പുന്നാരം, കാലത്തുണരും നേരം കാണും മലരും, രാവിൽ കുഴലൂതുന്നൊരു കാണാക്കുയിലും, അരികിൽ വരും കഥ പറയും കനവുകളോ ചിറകണിയും. ജലകണമെറിയും മഴയുടെ കളിവാക്കിൽ അടിമുടി നാലയും, ഈ മണ്ണിലാ നീർത്തുള്ളികൾ
ആദ്യാനുരാഗത്തിൻ പുതുമഴമണികൾ ഇരുമനസിൻ താളിൽ നനവുകൾ എഴുതി ആ കണ്ണിലും ഈ കണ്ണിലും ഒരായിരം നിലാവിന്റെ തിരനുരയൊഴുകി പടവുകളിൽ പുഴ കയറി പ്രണയികളറിയും കരളിലേതളിൽ വിണ്ണിൽ നിന്നുതിരുന്നൊരുന്മാദം ഇലയിൽ തെളിയും മലരിൽ വിരിയും പൊന്നിൻ പുലർക്കാല സല്ലാപം കാണുന്നതിനെല്ലാം ഒരു ചേലും നിറവും കേൾക്കുന്നതിനെല്ലാം ഒരു പാട്ടിൻ ശ്രുതിയും അവനുണരും അവൾ വിരിയും ഇരുപുഴയായിട കലരും മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടിറസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ നാടൻ പാട്ട് തപ്പാങ്കൂത്ത് കൊണ്ടാട്ടമാണിന്നട മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടിറസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ രജനി എല്ലാരും ജനത്തിൻ തോൾ ചേർന്ന നടികരടാ പകിട്ടിൽ വീഴാത്ത മനസ്സൊന്നുണ്ടെങ്കിൽ നീയും എവർക്കും നൻപനടാ റോഷൻ എന്ന ടീനേജൻ ഫാഷൻ റോഷൻ തിളപ്പുള്ള ടീനേജൻ ഫാഷൻ നിൻ ചിത്രം വന്നാൽ ട്രാഫിക് ബ്ലോക്ക് സ്പീഡിൽ കണ്ടാൽ ബാലഭൂവ നാട്ടിൽ നീളെ യൂത്തിന്റെ കൂട്ടേ മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടിറസാത്തി ആശപ്പെട്ടൊരു യോഗം എത്തിയടേ മിന്ന മിന്നിക്കും കാലം വന്നാൽ നീലാകാശത്തമായ നക്ഷത്ര കാവിൽ മിന്നാമേട മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടിറസാത്തി ആശപ്പെട്ടൊരു യോഗം എത്തിയടേ കൊറുപ്പാണെന്നാലും നടിപ്പ് ചോറായാൽ രസികർ നെഞ്ചേറ്റി നടക്കുമെടാ തമിഴ് മലനാട് മുംബൈ തെലങ്കാന നിറയെ കട്ടൗട്ട് നിരത്തുമെടാ നീ കണ്ടാൽ കബാഡി നിൻ കയ്യിൽ തുപ്പാക്കി നീ കണ്ടാൽ കബാഡി കരുത്തുള്ള കയ്യിൽ തുപ്പാക്കി കോട്ട് സൂട്ട് പുത്തൻ ബൂട്ട് വീട് പിന്നെ ഫോറിൻകാര് വേണം പിന്നെ പോലീസ് എസ്കോർട്ട് മച്ചാനെ തപ്പടിക്കട തകിലടിക്കട നീ അടിറാസാത്തി ആസപ്പെട്ടൊരു യോഗമെത്തിയടേ മിന്നിക്കും കാലം വന്നാല നീലാകാശത്ത് മായ നക്ഷത്ര കാവിൽ നിന്നാമേട മച്ചാനെ ദങ്ക തകിട 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 ദേ റസാത്തെ ദന്തനകന ദന്തനകന ദേ മച്ചാനെ തകിട 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 ദേ റസാത്തെ ദന്തകന 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 തിർഗടോം 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 നമ്മളാൽ ഒരു മനസ്സിനെ സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ചാർലി ചാപ്ലിന്റെ വിശേഷങ്ങളായിരുന്നു ഓൺ ദ സ്പോട്ട് നമ്മൾ ഇതുവരെയും കേട്ടുകൊണ്ടിരുന്നത്. ഏതായാലും അടുത്ത വിശേഷങ്ങളിലേക്ക് നമുക്ക് കൂപ്പുകുത്താം. അടുത്ത വിശേഷം എന്താണെന്ന് ചോദിച്ചാൽ മെൽബണിൽ നിന്നാണ്. ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പുതിയ അറിവ് തന്നെയാണ്. സൗരയൂഥത്തിൽ പുതിയൊരു ഗ്രഹം വന്നിരിക്കുന്നു. ശാസ്ത്രജ്ഞന്മാരുടെ വെളിപ്പെടുത്തലാട്ടോ ഇങ്ങനൊക്കെ. ഇനി പുതിയ ഗ്രഹത്തെ നമുക്ക് കണ്ടുപിടിക്കാം എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. നമ്മൾ നിലവിലില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കോസ്മിക് ബോഡി സൗരയൂഥത്തിൽ ഉണ്ടെന്ന് തന്നെയാണ് ശാസ്ത്രജ്ഞന്മാരുടെ പുതിയ കണ്ടുപിടുത്തം. 9ാമത്തെ ഗ്രഹം കണ്ടെത്തുവാനുള്ള ശ്രമങ്ങളും ആരംഭിക്കുന്നുണ്ട്. ഓസ്ട്രേലിയൻ ദേശീയ സർവകലാശാല ദൂരദർശിനി ഉപയോഗിച്ചെടുത്ത ആയിരക്കണക്കിന് ചിത്രങ്ങളെ വെച്ച് വെബ്സൈറ്റ് ഉപയോഗിച്ച് ഗ്രഹം കണ്ടെത്താനുള്ള പദ്ധതിയാണിത്. ആകാശത്തിന്റെ ദക്ഷിണ ഭാഗത്തു നിന്നും 36 ചിത്രങ്ങൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ട്
പ്രപഞ്ചത്തിലെ ഓരോ മാറ്റങ്ങളെയും മനസ്സിലാക്കാം എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. കഴിഞ്ഞ ദശലക്ഷം വർഷത്തിനിടയ്ക്ക് ഒരു മനുഷ്യനും ചരിത്രത്തിൽ ചെയ്യാൻ പറ്റാത്ത കാര്യം തങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് ഓസ്ട്രേലിയയിലെ ദേശീയ സർവകലാശാലയിലെ ബ്രാഡ് ട്രക്കർ പറയുന്നത്. 9ാമത്തെ ഗ്രഹമേ ഒരു സൂപ്പർ ഭൂമി ആയിരിക്കുമത്രേ. ഇതായിരുന്നു അവരുടെ പ്രവചനം. ഇനി ഏതായാലും നമുക്ക് ഈ 9ാമത്തെ ഗ്രഹത്തിനെ വെയിറ്റ് ചെയ്യാം. ഭൂമിയേക്കാൾ 10 മടങ്ങ് സാന്ദ്രതയുള്ള ഒരു ഗ്രഹം, ദശലക്ഷക്കണക്കിന് ജനങ്ങളുടെ അഭിനിവേശം ഒരിക്കലും ആധുനിക കമ്പ്യൂട്ടറുകളുമായി പൊരുത്തപ്പെടുകയില്ല. ശൂന്യാകാശത്ത് നീങ്ങുന്ന ഗ്രഹങ്ങളൊക്കെ നാം കണ്ടെത്തുന്നത് നമ്മുടെയൊക്കെ ആത്മസമർപ്പണം കാരണമാണ്. ആഗ്രഹത്തിന് ഭൂമിയേക്കാൾ 10 മടങ്ങ് സാന്ദ്രതയുണ്ടാകും എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും വലിയൊരു കാര്യം തന്നെയാണ്. അങ്ങനെ ഒരു ഗ്രഹമൊക്കെ കണ്ടുപിടിച്ചാൽ എന്തായിരിക്കും അല്ലേ? പ്ലൂട്ടോയാണ് നമ്മളിങ്ങനെ ഏറ്റവും കുള്ളനായിട്ടുള്ള ഗ്രഹം എന്നൊക്കെ പറഞ്ഞിരുന്നത്. 10 വർഷം മുമ്പ് പ്ലൂട്ടോയെ നമ്മളിങ്ങനെ കുള്ളൻ ഗ്രഹം എന്നൊക്കെ പറയുന്നത് വരെ 9ാമത്തെ ഗ്രഹം എന്ന സ്ഥാനം പ്ലൂട്ടോയ്ക്കുള്ളതായിരുന്നു. 87 വർഷം മുമ്പ് ഇതേ ആഴ്ചയാണ് ക്ലൈഡ് തോംബോ പ്ലൂട്ടോയെ കണ്ടുപിടിച്ചതെന്നും നാസ വ്യക്തമായിട്ടുണ്ട്. ഏതായാലും പര്യവേഷണമായി നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ശാസ്ത്രജ്ഞന്മാർ. 9ാമത്തെ ഗ്രഹം എന്ന് വിളിപ്പേരിയിരിക്കുന്ന പുതിയ ഗ്രഹത്തിന് പേരിടാനുള്ള യഥാർത്ഥ അവകാശം അത് കണ്ടുപിടിക്കുന്ന ആൾക്കുള്ളതാണ്. നെപ്റ്റ്യൂണിനടുത്ത് മുൻപ് കണ്ടുപിടിക്കാൻ ശ്രമിച്ച നീണ്ട ഭീമൻ എക്സ് എന്ന് പേരിട്ടിരുന്നു. ഏതായാലും ഈ ഒരു വിശേഷങ്ങളും ഈ ഒരു കാര്യം തന്നെ പുതിയൊരു അറിവാണ്. തലയ്ക്കകത്തിൽ ഇങ്ങനെ കടന്ന് കൊഴിഞ്ഞു മറിയുന്നുണ്ടോ? ഒന്നുമില്ല, ശാസ്ത്രജ്ഞന്മാർ അടുത്തൊരു ഗ്രഹം കണ്ടുപിടിക്കുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. ഏതായാലും നമുക്ക് നല്ലൊരു ഗാനം കേട്ടിട്ട് വരാം. കൂടെ നിങ്ങളുടെ സ്വന്തം അമ്മിണിക്കുട്ടി ആർ ജെ സ്മിതയാണ്. നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഓൺ ദി സ്പോട്ട് എന്ന പ്രോഗ്രാമാണ്. ആസ്വദിക്കൂ, ആഘോഷിക്കൂ ലണ്ടൻ മലയാളം റേഡിയോ. അത്തിമരക്കൊമ്പിനെ ചുറ്റി വരും തെന്നലെ തെന്നി തെന്നി മണ്ണിൽ വീണതെങ്ങനെ പുലരുളിയങ്ങനെ യവനിക നീക്കവേ വനുശലഭങ്ങളെങ്ങുമാടവേ വരിവണ്ടായി ഞാനെന്നുമെല്ലേ മധു തേടുന്നു തിരയുന്നു നിന്നെ നറുചിരിയുടെ കിളിമൊഴിയുടെ പുതുമഴയുടെ ഒരു മറവിലൂകി അത്തിമരക്കൊമ്പിനെ ചുറ്റി വരും തെന്നലെ തെന്നി തെന്നി മണ്ണിൽ വീണതെങ്ങനെ പുലരുളിയങ്ങനെ യവനിക നീക്കവേ വനുശലഭങ്ങളെങ്ങുമാടവേ ഇലകളിലുതിരുന്നൊരേ ഹിമകണമേകിടുമോ കാത്തിരുന്നു വാനം പാടി നീ കേൾക്കുവാനൊരീണം പാടി പകരുവതെങ്ങനെ പറയുവതെങ്ങനെ കരളിലുറങ്ങൂ നീ കനവുകളങ്ങനെ ആരോരുമോരാതെ നീയോമനെ കാതോരമായി പാടൂ അത്തിമരക്കൊമ്പിനെ ചുറ്റി വരും തെന്നലെ തെന്നി തെന്നി മണ്ണിൽ വീണതെങ്ങനെ കറുകകൾ വിരിയുന്നൊരീ പുതുനിലമായെങ്കിൽ നീ പൂക്കളാലെ നിന്നെ മൂടി നീ ഓർത്തിടാതെ മെല്ലെ പുൽകി മിഴികളിൽ ഇന്നലെ കരുതിയ മൗനമോ ഇളവയിലായിതാ പുലരി വയൽക്കരേ തീരാ
മരക്കൊമ്പിനെ ചുറ്റിവരും തെന്നലെ തെന്നി തെന്നി മണ്ണിൽ വീണതെങ്ങനെ പുലരൊളിയങ്ങനെ യവനിക നീക്കവേ വനശലഭങ്ങളെങ്ങുമാടവേ വരിവണ്ടായി ഞാനിന്നുമെല്ലേ മധു തേടുന്നു തിരയുന്നു നിന്നെ മറുചിരിയുടെ കിളിമൊഴിയുടെ പുതുമഴയുടെ ഒരു മറവിയിലൊഴുകി അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാ ഈ ആഭരണങ്ങളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന്. ഇതൊക്കെ നാട്ടിൽ വെച്ചിട്ട് പോന്നാ പോരായിരുന്നോ? അതിനെന്നാത്തിനയച്ചാൻ ഇപ്പൊ അങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? അതിനല്ലേ ഇവിടെ UAE എക്സ്ചേഞ്ച്. നീ എന്നതാ ഈ പറയുന്നേ? അതെ ഇച്ചായ, UAE എക്സ്ചേഞ്ച് പുതിയതായി ഒരു ഗോൾഡ് ലോക്ക് സംവിധാനം കൊണ്ടുവരുന്നു. ഓ, അതൊക്കെ വലിയ ചെലവുള്ള കാര്യങ്ങളായിരിക്കും. ഇല്ലെന്നേ, ദിവസം വെറും 22 പെൻസ് പോലും ആകില്ല. മാത്രവുമല്ല, ആഴ്ചയിൽ എല്ലാ ദിവസവും ഈ സൗകര്യം ലഭ്യവുമാണ്. UAE Exchange UK introduces safe deposit lockers at their Wembley branch. Phone 0203 07 87623. UAE എക്സ്ചേഞ്ച്. UAE Exchange. എല്ലമ്മ ലണ്ടൻ മലയാളം റേഡിയോ ആസ്വദിക്കൂ, ആഘോഷിക്കൂ. വീണ്ടും എല്ലാവർക്കും തിരിച്ചു വരാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോയിൽ നിന്നും നിങ്ങളുടെ സ്വന്തം അമ്മണിക്കുട്ടി RJ സ്മിതയാണ്. ഓൺ ദ സ്പോട്ടിൽ വിശേഷങ്ങളൊന്നും ഒരിക്കലും അവസാനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത വിശേഷത്തിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത വിശേഷം, അയ്യോ ഞാനൊരു കാര്യം മറന്നുപോയി. ഇന്ന് ഏപ്രിൽ 1 ആയിരുന്നില്ലേ? വിശേഷം അവിടെ നിൽക്കട്ടെ. നിങ്ങളെ ആരും ഞാൻ വിഷ് ചെയ്തില്ലല്ലോ, ഞാനതങ്ങ് വിട്ടുപോയി. ആരെങ്കിലും എന്നെ ഒന്ന് ഓർപ്പിച്ചോ, അമ്മണിക്കുട്ടി ഏപ്രിൽ 1 ഞങ്ങളെയൊക്കെ ഒന്ന് വിഷ് ചെയ്യണമെന്ന്. ഏതായാലും ഞാൻ മറന്നുപോയായിരുന്നു. പക്ഷെ സാരമില്ല, എല്ലാവർക്കും ഒരു യമണ്ടൻ ഏപ്രിൽ ഫുൾ വിഷസ് ഞാൻ നൽകിക്കൊണ്ട് അടുത്ത വിശേഷം പറയാം. പക്ഷേ ഞാനൊരു കാര്യം ഇപ്പോൾ ആലോചിക്കുകയാണേ, ഈ ഏപ്രിൽ 1 എന്തിനാണ് ഇങ്ങനെ ഫൂൾസ് ഡേ എന്ന് പറയുന്നത്? വർഷത്തിൽ ബാക്കി എല്ലാ ദിവസങ്ങളും നമ്മളിങ്ങനെ ഭയങ്കര ബുദ്ധിമാന്മാരായിട്ടാണോ ജീവിക്കുന്നത്? അല്ലല്ലോ, നമ്മൾ ഫൂൾ ആവാറില്ലേ? പക്ഷെ എന്താണ് ഈ ഏപ്രിൽ 1 മാത്രം ഇങ്ങനെ ഫൂൾ ഡേ എന്ന് പറയുന്നത്? ഞാനിങ്ങനെ ചിന്തിച്ചിട്ട് എനിക്കൊരു കുന്തവും കിട്ടുന്നില്ല. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ? അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ചെയ്ത് എന്താണ് ഈ ഏപ്രിൽ ഫൂൾ ഡേയുടെ സ്പെഷ്യാലിറ്റി, എന്തിനാണ് ഏപ്രിൽ ഫൂൾ ഡേ എന്ന് പറയുന്നത്? അതുപോലെ തന്നെ ഇന്ന് എത്ര പേര് ഫണി ആയിട്ടുണ്ട്, ബക്ര ആയിട്ടുണ്ടെന്നുള്ളത് പ്ലീസ് മെസ്സേജ് മീ. ഫണി ഇൻസിഡൻറ്റിന് ഞാനൊരു പ്രൈസ് തരുന്നതായിരിക്കും. ഏറ്റവും ഫണി ആയിട്ട് തോന്നുവാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അടുത്ത ഓൺ ദ സ്പോട്ടിൽ നിങ്ങളുടെ ഈ ഫണി ഇൻസിഡൻറ്റ് പറയുന്നതായിരിക്കും. ഞങ്ങളുടെ ഫണി ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ ഞങ്ങൾ ശശിയാവുന്നത് വെച്ചിട്ട് വേണം അല്ലേ അമ്മണിക്കുട്ടിയും നിനക്ക് അടുത്ത വിശേഷം ഉണ്ടാക്കാനുള്ളതെന്നല്ലേ? അയ്യോ എന്നാ പറയുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും പ്ലീസ് കമൻറ്റ് മീ. നല്ല ഫണി ഇൻസിഡൻ്റ് ആണെങ്കിൽ എനിക്ക് മനസ്സ് തുറന്ന് ചിരിക്കാമല്ലോ. ഏതായാലും എനിക്ക് തോന്നുന്നു ഈ ഏപ്രിൽ 1 എന്തിനാണ് ഇങ്ങനെ ഫുൾ ഡേ എന്ന് പറയുന്നതെന്നോ? മാർച്ച് 31 വരെ നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യും. എന്നിട്ടോ ടാക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഗവൺമെൻറ്റിനെ കൊണ്ട് പൈസ അടയ്ക്കുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ വല്ലതും പഠിക്കുന്നുണ്ടോ? വീണ്ടും ഏപ്രിൽ 1 മുതൽ നമ്മൾ പെട്ടിയും കിടക്കുകയും ബാഗും എല്ലാം എടുത്ത് ഉളി സാമാനങ്ങളെല്ലാം എടുത്ത് പണിക്ക് പോകാൻ തുടങ്ങും. അപ്പം നമ്മൾ മണ്ടന്മാരല്ലാതെ പിന്നെ ആരാണ്? അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഏപ്രിൽ 1 ഫൂൾസ് ഡേ എന്ന് പറയുന്നത്. എത്ര ചീത്ത കൂട്ടുകൊണ്ടുണ്ടെങ്കിലും നമ്മുടെ സ്വഭാവം നല്ലതാണെങ്കിലേ നമ്മളൊരിക്കലും വഴിപഴിക്കില്ല എന്നാണ് ഏപ്രിൽ ഫൂളിൻ്റെ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നത്. സോഡ തന്നെ ഉദാഹരണം. മദ്യത്തിൻ്റെ കൂടെ കൂടിയിട്ട് കൊല്ലം എത്രയായി? വല്ല ചീത്ത പേരും കേൾക്കുന്നുണ്ടോ? അപ്പം വീണ്ടും എല്ലാവർക്കും ഏപ്രിൽ ഫുൾ വിഷസ് പറഞ്ഞുകൊണ്ട് നല്ലൊരു ഗാനം കേട്ടിട്ട് തിരിച്ചു വരാം. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ലണ്ടൻ മലയാളം റേഡിയോ. പൂക്കൾ, പനിനീർ പൂക്കൾ, നീയും കാണുന്നുണ്ടോ? ഈണം കിളിതൻ ഈണം, നീയും കേൾക്കുന്നുണ്ടോ? വന്നു നാം രണ്ടാളും ഇരുവഴിയേ ഇവിടെ വരെ. പോരേണം നീ കൂടെ, ഇനിയൊഴുകാമൊരു വഴിയേ. പൂക്കൾ, പനിനീർ പൂക്കൾ, നീയും കാണുന്നുണ്ടോ?
വഴിയെ വരും നറുമഴയും ഇളവെയിലും ഈ വനി മുഴുവൻ ഹിമമണിയും ഇലപ്പൊഴിയും ഇതുവഴി പോയിടും ഋതു പലതെന്നാലും ഇതുവഴി പോയിടും ഋതു പലതെന്നാലും മാനസമാകെ നമ്മൾ നെയ്യും വസന്തം മായരുതെങ്ങും 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 പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ വെൺ പനിമതിതൻ പുഴയൊഴുകും വഴിയരികിൽ മുകിലുകളാം കിളികളുമായി കഥ പറയാൻ ചുവടുകളൊന്നാകും പ്രിയതര സഞ്ചാരം ചുവടുകളൊന്നാകും പ്രിയതര സഞ്ചാരം ഈ വഴി നീളെ താഴം പൂക്കൾ ചേലോടെ തൂകുവതാരോ പാലൊളി പോലെ തൂകുവതാരോ പാലൊളി പോലെ പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ വന്നു നാം രണ്ടാളും ഇരുവഴിയേ ഇവിടെ വരെ പോരേണം നീ കൂടെ ഇനിയൊഴുകാം ഒരു വഴിയേ പൂക്കൾ പനിനീർ പൂക്കൾ നീയും കാണുന്നുണ്ടോ കത്തും തീയാടും നെഞ്ചിൽ കനലാടും കത്തും തീയാടും നെഞ്ചിൽ കനലാടും കൊള്ളിപ്പുകയുന്ന കളിയായും തട്ടിക്കളയാടും കിട്ടക്കനിയാടും തുള്ളിച്ചാടുന്ന കടലാടും കണ്ണിൽ പകരാമോ ഒരു ചെറുപൊന്നുമ്മ തുമ്പി ആർത്തുമ്പി ചെമ്പകമൊട്ടിൽ മുത്തുമ്മ തിക്കം കനവയ്യൻ കനവിൽ നൂറുമ്മ കാത്തിരിക്കും തക്കം പാട്ടിരിക്കും കാത്തിരുളിൽ നാം ബലവിരിക്കും നോട്ടമിടും എന്നും ചൂട്ടടിക്കും ചൂണ്ടകളിൽ നാം ഇരകൊടുക്കും പടക്കോപ്പും വീഴുകയാ വെടിപ്പോക്കും തോൽക്കുകയാ ഇനി എന്തേ മാർഗം കരകേറാ വഴിയാകെ തീരുകയോ ഗതി മാറിപ്പോവുകയോ അവനെന്നോ മായും നിഴലായി London Malayalam Radio, United Malayalis Entertainer.
വീണ്ടും എല്ലാവർക്കും തിരിച്ചു വരാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ, നിങ്ങളുടെ സ്വന്തം അമ്മണിക്കുട്ടി ആർട്ടിസ്റ്റ് സ്മിതിയാണ് കൂടെ. ഇനി അടുത്ത വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം അല്ലേ? നല്ലൊരു ഗാനമൊക്കെ കേട്ടില്ലേ? അടുത്ത വിശേഷം വരുന്നത് അങ്ങ് മുംബൈയിൽ നിന്നാണ്. എന്താണെന്ന് ചോദിച്ചാൽ അതിന്റെ തലക്കെട്ട് ഇപ്രകാരമാണ്: പെൺകുട്ടിയെ പോലെ ബോളടിക്കൂ, വിജയിച്ച് കാണിക്കൂ. ഒരച്ഛൻ തന്റെ ആൺമക്കളിലൂടെ കേട്ടത് ഇപ്രകാരമാണ്. വിശേഷം വരുന്നത് മുംബൈയിൽ നിന്നാണ്. ഫുട്ബോൾ മൈതാനത്ത് നിന്ന് തന്റെ മകൻ പറയുന്നത് കേട്ടുകൊണ്ട് ഓടിയെത്തിയ അച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞു. അപമാനം കൊണ്ടല്ല, അഭിമാനം കൊണ്ട്. ആ അച്ഛന് ഉറപ്പുണ്ടായിരുന്നു, സ്ത്രീ എന്ന വ്യക്തിത്വത്തെ ബഹുമാനിക്കാൻ, മനുഷ്യനെ തുല്യത കൽപ്പിക്കാൻ താനും ഭാര്യയും മക്കളെ പഠിപ്പിച്ചതൊന്നും തന്നെ വെറുതെ ആയില്ല എന്നുള്ളത്. ആൺമക്കളെ വളർത്തണം, ഈ ഒരു അച്ഛനെ പോലെ തന്നെ. ഒരച്ഛൻ ഫേസ്ബുക്കിൽ കുറിച്ച് പോസ്റ്റ് വൈറലാകുന്നത് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഇത്തരം ആശയങ്ങൾ കൊണ്ടാണ്. സ്ത്രീകളെ കാണേണ്ടത് എങ്ങനെയാണ് എന്ന് വ്യക്തമാക്കി മുംബൈ സ്വദേശിയായ ഒരച്ഛൻ ഫേസ്ബുക്കിൽ കുറിച്ചിട്ട പോസ്റ്റാണ് ഇപ്പോൾ വൈറലാക്കിക്കൊണ്ടിരിക്കുന്നത്. തന്റെ മകൻ ഒരാണായത് കൊണ്ട് കരയുന്നത് ശരിയാണ് എന്ന് പഠിപ്പിച്ചാണ് ഈ അച്ഛൻ തന്റെ മകനെ വളർത്തിയത്. പൊതു ഇടങ്ങളിലായാലും കളിസ്ഥലങ്ങളിലായാലും പെൺകുട്ടികളെ ബഹുമാനിക്കണമെന്നുള്ളത് പറഞ്ഞു കൊടുത്തിരുന്നു ഈ മാതാപിതാക്കൾ. അങ്ങനെ ഒരു ദിവസമാണ് ഫുട്ബോൾ കളിക്കുന്നതിനിടെ മറ്റൊരു ആൺകുട്ടി കളിയാക്കിയ പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന് തന്റെ മകൻ ഇപ്രകാരം പറഞ്ഞത്: ഹേയ്, പെണ്ണിനെ പോലെ തന്നെ ബോളടിക്കൂ, അങ്ങനെയാണ് വിജയിക്കേണ്ടത് എങ്ങനെയെന്ന് നാം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. കുഞ്ഞുനാളിൽ മുതൽ പെൺകുട്ടികളെ അപമാനത്തോടെയും പുച്ഛത്തോടെയും കാണുന്ന ഒരു ആൺ തലമുറ വളർന്നു വരുന്ന സാഹചര്യത്തിൽ പെണ്ണിനെ ബഹുമാനിക്കുന്ന ആൺമക്കളെ വളർത്തണമെന്ന ഉത്തമ ബോധമുള്ള മാതാപിതാക്കളാണ് നാളത്തെ സമൂഹത്തെ സൃഷ്ടിക്കേണ്ടത്. പീഡനങ്ങൾ തുടർക്കഥയാകുമ്പോൾ ഇത്തരം ബാലപാഠങ്ങൾ മക്കൾക്ക് പകർന്നു കൊടുക്കേണ്ടത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയാണ്. മാതാപിതാക്കൾ ഇത് മനസ്സിലാക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. പകർന്നു കൊടുക്കാം നല്ല മൂല്യങ്ങൾ, വളർത്താം നാളത്തെയല്ല ഇന്നത്തെ നല്ല സമൂഹത്തെ തന്നെ. ശുഭചിന്താഗതി നിറച്ച ഈ ഒരു അച്ഛന്റെ പോസ്റ്റിന് ലോകത്തിന്റെ 4 കോണുകളിൽ നിന്നും അഭിനന്ദനത്തിന്റെ പ്രവാഹമാണ്. ഏതായാലും ലണ്ടൻ മലയാളം റേഡിയോയുടെ വകയും ഒരു വലിയ അഭിനന്ദനം ഈ ഒരു അച്ഛൻ അറിയിക്കുന്നു. നല്ലൊരു ഗാനം കേൾക്കാം നമുക്ക്. വീണ്ടും തിരിച്ചു വരാം. ലണ്ടൻ മലയാളം റേഡിയോ ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ, നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ? തേനൂറും കനിയേറെ കൊത്തിയിട്ടും ചുണ്ടിൽ മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ? മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ? ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ, നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ? ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ, നിന്റെ പട്ടുപോലുള്ള ഈ പാട്ടിനുള്ളിൽ എന്തിത്ര സങ്കടം ചൊല്ലാമോ? അക്കരയ്ക്കു പോയ തോണി ഇക്കരയെത്തുമ്പം കരിമുകിൽ മാനം തെളിയുകില്ലേ? ഉറങ്ങാത്ത രാവിതിന്ന് മായുകില്ലേ? നിന്റെ കണ്ണുനീരിൻ കഥയിതിന്ന് തീരുകില്ലേ? ഒറ്റയ്ക്കു പാടും
മധുരിക്കും പാട്ടൊട്ടും ബാക്കിയില്ലേ. ഇതാ ലണ്ടൻ മലയാളം റേഡിയോയിൽ ഹിന്ദി ഗാനങ്ങൾ കോർത്തിണക്കിയ ഒരു പുതിയ ഗീതോപഹാരം മെഹഫിൽ. പ്യാര് കർത്തെ ഹൈ തുംകോ സനം न जाने मेरे दिल को क्या हो गया, अभी तो यही था अभी खो गया. मंजिले रुसवा है, खोया है रास्ता. तेरे बिना बेसुमादी रतियां ओ सजना. पर्दे पर चाहे गुजरे जमाने के हो या फिर हो नए जमाने के, आपके चहेते कलाकार, गायक, निर्देशक, संगीतकार, उन सभी पर आधारित होगा ये प्रोग्राम महफिल. तो फिर खूब सजेगी ये महफिल जब मैं बैठेंगे हमारा इस गाने की महफिल में. बेसुमादी रतियां ओ सजना. ഹിന്ദി ചലച്ചിത്ര ലോകത്തെ അതുല്യ പ്രതിഭകളുടെ അനശ്വര കലാസൃഷ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് മെഹഫിൽ. ഈ മെഹഫിലിൽ നിങ്ങൾക്കൊപ്പം ചേരുന്നു ഞാൻ RJ അനി. तो एक चाक गरीबा सिया. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8 മണി മുതൽ 9 മണി വരെ മെഹഫിൽ കേൾക്കാൻ മറക്കില്ലല്ലോ. चाक गरीबा सिया सिया सिया. വീണ്ടും എല്ലാവർക്കും തിരിച്ചു വരാം. ഇത് ലണ്ടൻ മലയാളം റേഡിയോ, കൂടെ നിങ്ങളുടെ സ്വന്തം അമ്മിണിക്കുട്ടി RJ സ്മിതയാണ്. ഏതായാലും സമയം ഒന്ന് നോക്കുക, എനിക്ക് പോകാനുള്ള നേരമായി. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ പോകാൻ വിചാരിക്കുന്നു. മറ്റൊന്നും അല്ല കേട്ടോ, ഇപ്പൊ പുതിയൊരു പഠനം കണ്ടെത്തിയിട്ടുണ്ടെന്ന്. മരണത്തിന്റെ അവസാന സെക്കൻഡുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ തന്നെയാണ്. എന്താണെന്നോ, മരണത്തിന് തൊട്ടു മുൻപുള്ള സെക്കൻഡുകളിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ശാസ്ത്രലോകം കണ്ടെത്തിയത് ഇപ്രകാരമാണ്. പലർക്കും പല രീതിയിലാണ് മരണത്തിന് തൊട്ടു മുമ്പുള്ള സെക്കൻഡുകൾ അനുഭവപ്പെടുന്നത്. ചിലർക്ക് കഴിഞ്ഞ കാല സംഭവങ്ങൾ മനസ്സിൽ തെളിയും, മറ്റു ചിലർക്കാകട്ടെ പ്രകാശം നിറഞ്ഞ ഒരു കുഴിയിലേക്ക് പോകുന്നത് പോലെയാണ് തോന്നുന്നത്. ഇത്തരം തോന്നലുകൾക്ക് പിന്നിൽ ശാസ്ത്രീയ കാരണങ്ങൾ ഉണ്ടെന്നാണ് ശാസ്ത്ര ലോകത്തിന്റെ വിശദീകരണം. ഡെക്കിൻ സർവകലാശാലയിലെ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ കാമറൂൺ ഷാ ആണ് ഇത് സംബന്ധിച്ച പഠനം നടത്തിയിരിക്കുന്നത്. ഒരു സ്ത്രീയുടെ മരണത്തിന് തൊട്ടു മുൻപുള്ള 30 സെക്കൻഡുകളാണ് ഇവർ പഠിച്ചത്. അവസാന 30 സെക്കൻഡുകളെ 10 സെക്കൻഡ് വീതമുള്ള 3 വിഭാഗമായിട്ട് തിരിച്ച് തലച്ചോറിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ വിലയിരുത്തിയിട്ടാണ് ഈ പഠനം നടത്തിയത്. മരണമെത്തുമ്പോൾ ആദ്യം തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുകയാണ് ചെയ്യുന്നത്. തലയിൽ നിന്നും താഴേക്കാണ് ജീവൻ വെടിയുന്നത്. തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുന്ന ആദ്യ 20 സെക്കൻഡിൽ സ്വയം ബോധവും ചിന്താശേഷിയും നഷ്ടപ്പെടുന്നു. ഇതിന് പിന്നാലെ ഓർമ്മയും ഭാഷയുടെ കേന്ദ്രവും പ്രവർത്തനരഹിതമാകും. ഇതാണ് കടുത്ത പ്രകാശം നിറഞ്ഞ പ്രദേശത്തേക്ക് പോകുന്നതായിട്ടുള്ള തോന്നലിന് കാരണം. ശരീരത്തിൽ നിന്ന് ജീവൻ പറന്നു പോകുന്നത് പോലെയുള്ള അനുഭവങ്ങൾ തോന്നൽ മാത്രമാണ്. മരണത്തിന്റെ അവസാന സെക്കൻഡിൽ ഓർമ്മ നഷ്ടപ്പെടുന്നതിനാൽ ഭാവനയും ചിന്തകളും മാത്രമായിരിക്കും ഇത്തരം തോന്നലുകളിൽ വരുന്നത്. ഓരോരുത്തർക്കും അവരുടെ ചിന്തകൾക്കനുസരിച്ചായിരിക്കും അത്രേ ഇത്തരം തോന്നലുകളൊക്കെ വരുന്നത്. ഏതായാലും കണ്ടുപിടുത്തം യമണ്ടനായിട്ടുണ്ട്. പക്ഷേ മരണത്തിന് മുമ്പ് നമുക്ക് ഈ ജീവിതം ജീവിച്ചു തീർക്കേണ്ടതായിട്ടില്ലേ? ചുമ്മാ അങ്ങ് ജീവിച്ചു തീർക്കാതെ ആസ്വദിച്ച് ആഘോഷിച്ച് ജീവിച്ചു തീർക്കുമ്പോൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും കൂടെ നമ്മുടെ ഈ ജീവിതം ഉപകാരപ്രദമായിരിക്കട്ടെ എന്നുകൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തേക്കിന് ടാറ്റ ബൈ ബൈ പറയാണ്. പക്ഷേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. ഞങ്ങൾ എഴുതിയിരിക്കേണ്ട ഞങ്ങളുടെ വിലാസം RJ സ്മിത എല്ലമ്മ എന്നുള്ള ഫേസ്ബുക്ക് ഐഡിയിലേക്ക് കമൻറ്റ്, വോൾ പോസ്റ്റ്, മെസ്സേജ് ഒക്കെ അയക്കാവുന്നതാണ്. കൂടാതെ തന്നെ ഇമെയിലായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ ഇമെയിൽ ID smita@ellama@live.com എന്നുള്ളതാണ്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാം. നിങ്ങളുടെ സപ്പോർട്ടൊന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് എങ്ങും എത്തുവാൻ കഴിയില്ല. സോ യു ആർ ദ ബാക്ക് ബോൺ ഓഫ് അസ്. വീണ്ടും അടുത്ത ആഴ്ച കാണാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ളത് കൂടെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ലണ്ടൻ മലയാളം റേഡിയോ.